165ഓളം സ്റ്റേജിൽ മാവേലിയായി പ്രത്യക്ഷപ്പെട്ട ആളാണ്. ചിറയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ കേരളത്തിന് തന്നെ തലയെടുപ്പുള്ള ഒരു കലാഗ്രാമം. നമസ്കാരം. പ്രേംകുമാർ ചിറയൻകീഴാണ് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേമസ് ആണ്. UAE 165ഓളം സ്റ്റേജിൽ മാവേലിയായി പ്രത്യക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ എങ്ങനെയാണ് മാവേലി ആയത്? മാവേലി ആയത് ഒരു 4 വർഷം പിന്നാമ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ മലയാളി സമാജം അജ്മാൻ മലയാളി സമാജത്തിലെ ഓണാഘോഷ കമ്മിറ്റിയിൽ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കെ മാവേലി ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ മലയാളി സമാജത്തിൻ്റെ രക്ഷാധികാരി കൂടിയായ രമേശ് ജി, പിന്നെ അതിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് പ്രവീൺ, ബിജു തുടങ്ങി ദീപക് ജി, എല്ലാവരും പിന്താങ്ങി. അന്നത്തെ പ്രസിഡന്റ് ഗണേശ് ജി, അങ്ങനെ പറയാൻ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു പ്രേമേട്ടൻ മാവേലി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് ശങ്കിച്ച്, പിന്നെ മലയാളി സമാജമല്ലേ, എന്തിറങ്ങിയാലും പിന്നിൽ അവരുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ മാവേലി. വളരെ ഒരു ചരിത്ര സംഭവമായി. മാവേലി ആകുമ്പോൾ മാവേലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? മനസ്സിൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ അത്യാവശ്യം നാടകങ്ങൾ എഴുതും. നാടകങ്ങൾ എൻ്റെ കുട്ടിക്കാലമൊക്കെ ഒത്തിരി നാടകങ്ങളിൽ അമച്വർ നാടകങ്ങൾ, ചിറയൻകീഴ് പ്രദേശത്ത് അറിയപ്പെടുന്ന ഒത്തിരി അമച്വർ നാടകങ്ങളും സാംസ്കാരിക സംഘടനകളും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാടകവും ആ വേഷം നമ്മൾ ചെയ്യുമ്പോൾ അതിനോട് ആ സമയത്ത് അതിനോടൊരു നമ്മളാൽ കഴിയുന്ന ഒരു സംഭാവന. ഇവിടെ നമ്മുടെ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രേംകുമാർ ചിറയൻകീഴ് എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. സത്യത്തിൽ എത്ര സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ആദ്യമായിട്ട് സംഘടനയിൽ വരുന്നത് യുവകലാസാഗതി എന്ന പറഞ്ഞ സംഘടനയാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അത് തന്നെയാണ് ഈ ജനങ്ങളുമായിട്ട് UAE അറിയപ്പെടാൻ തന്നെ മെയിൻ കാരണം. അത് അജ്മാൻ ഉമൽക്കോൻ യൂണിറ്റിൻ്റെ 4 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യുവകലാസാഗതിയുടെ തന്നെ 6 യൂണിറ്റിന് മൊത്തത്തിലുള്ള കേന്ദ്ര കമ്മിറ്റിയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ വൈസ് പ്രസിഡന്റ് ഇരുന്നു. ഇപ്പോൾ അതിൻ്റെ ജോയിന്റ് ട്രഷറായിട്ട് ഇരിക്കുന്നു. അതിനുശേഷം കടന്നു വരുന്നതാണ് മലയാളി സമാജം. അതിനുശേഷം അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതിനുശേഷം ചിറയൻകീഴ് അസോസിയേഷൻ, നമ്മുടെ നാട്ടുകാരുടെ കൂട്ടായ്മ, അതിൻ്റെ ചിറയൻകീഴ് സഹൃദയ എന്നുള്ള അതിൻ്റെ പ്രസിഡന്റാണ്. പിന്നെ വേറെ മലയാളി ഫെഡറേഷൻ ഉണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് ISC അജ്മാൻ്റെ. പിന്നെ അങ്ങനെ പോവുകയാണെങ്കിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ, പിന്നെ നമ്മുടെ അനന്തപുരി, അത് മെയിൻ അനന്തപുരിയുടെ എക്സിക്യൂട്ടീവ് ഇതിലുണ്ട്. അങ്ങനെ ഒത്തിരി കുറേ സംഘടനകളുണ്ട്. അപ്പം പ്രേംകുമാർ ചിറയൻകീഴ് ഇല്ലാത്ത സംഘടന ഇല്ലാന്നാണ് പറയാനല്ലേ? അത് ഈ ഇത്രയും വർഷം UAE 10, 22, 24, 25 വർഷം ആകാൻ പോകുന്നു. അവിടെ നമ്മൾ എന്ന് പറയുന്നത് കുറേ ബന്ധങ്ങളുടെ പുറത്ത് പോകുന്നതാണ്. ആ ബന്ധങ്ങൾ തന്നെയാണ് എൻ്റെ UAE ജീവിതത്തിൻ്റെ ശക്തവും കൂടെയുള്ള ടീമുകളും എല്ലാം. എപ്പോഴാണ് ശരിക്കും UAE വന്നത്? UAE വന്നത് ഏകദേശം ഒരു 24 വർഷം 25 വർഷം പിന്നാമ്പുറം പോകണം. UAE ആദ്യമായിട്ട് കടന്നു വരുന്നത് ഒരു കമ്പനിയിലാണ്. ഒരു കമ്പനിയിൽ ചാർജായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് 2008 ഞാൻ കമ്പനി തുടങ്ങുന്നത്. ഈ 2008 കമ്പനി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് ഈ കമ്പനി തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരു നല്ലൊരു പാർട്ണറേയും കിട്ടി. ജിയോസ് എന്ന് പറയും, ഫോർട്ട് വെച്ചിട്ടുള്ള. അതാണ് അതിനൊരു സപ്പോർട്ട്. എന്തിനും അഴിച്ചു വിടും, നീ പൊയ്ക്കോ, ബാക്കി ആരും നോക്കിക്കോളാന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഈ 2008 സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ സ്ഥാപനം? ഞാൻ തുടങ്ങിയ സ്ഥാപനം അൽവാത്തിക് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് എന്നാണ്. അൽവാത്തിക് അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷൻ ഇൻറ്റീരിയറാണ്. അലുമിനിയം ഗ്ലാസ് ഫാബ്രിക്കേഷനാണ് ആ കമ്പനി തുടങ്ങി. എങ്കിലും അതിൻ്റെ അകത്തുള്ള എൻ്റെ കൂടെയുള്ള ടീം അവരാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊണ്ടുപോയിട്ട്. കാരണം അവർ തന്നെ ഒരു സ്ഥാപനത്തിലും ഇല്ലാത്തത്ര സന്തോഷകരമായ രീതിയിൽ എനിക്ക് ഒരു പിന്തുണ നൽകി നിൽക്കുന്ന സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ഞങ്ങൾ 2008 തുടങ്ങി ഇപ്പോഴും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് UAE.
ശരിക്കും പ്രേംകുമാർ ചിറയൻകീഴ് താങ്കളുടെ പേരിനോടൊപ്പം എപ്പോൾ പറയുമ്പോഴും ഈ ചിറയൻകീഴ് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താണ് എൻ്റെ ചിറയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ കേരളത്തിന് തന്നെ തലയെടുപ്പുള്ള ഒരു കലാഗ്രാമമാണ്. ചിറയൻകീഴ് എന്ന് പറയാൻ ആത്മാഭിമാനത്തോടു കൂടിയാണ് ചിറയൻകീഴ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പഠിച്ച സ്കൂള് തന്നെ ശ്രീ പ്രേംനസീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കൊണ്ട് നിർമ്മിച്ചത്. തൊട്ടടുത്ത് തന്നെ ചിറയൻകീഴ് ഭരത് ഗോപി, ശങ്കരപിള്ള സാറ്, ശോഭന പരമേശ്വരൻ സാർ, പിന്നെ ഈ പറയുന്ന പ്രേംനസീർ, അങ്ങനെ ഒത്തിരി കലാകാരന്മാരുണ്ട്. ഇപ്പൊ അനീഷ്, ചിറയൻകീഴ് അനീഷ്, അങ്ങനെ കവികളും കലാകാരന്മാരും, ശ്രീ ജി കുമാരനാശാൻ, അദ്ദേഹം, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി, ശ്രീനാരായണഗുരു തൊട്ടടുത്ത് വർക്കല, ശിവഗിരി, അങ്ങനെ ചിറയൻകീഴ് താലൂക്ക്, ചിറയൻകീഴ് എന്ന് പറയുന്നത് കലാകാരന്മാർ നാടാണ്. ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ ജാതിമതഭേദമന്യേ കലാകാരന്മാർ ഒത്തുകൂടുന്ന സ്ഥലമാണ് ചിറയൻകീഴ്. നസീർ ആനയൊക്കെ മേടിച്ചു കൊടുക്കുന്നവർ. അപ്പൊ അങ്ങനെ ചിറയൻകീഴിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ആ നാടെല്ലാവർക്കും അറിയാം. ഒരു ആത്മാഭിമാനമാണ്. ചിറയൻകീഴിന്റെ മണ്ണ് അതാണ്. നമ്മുടെ ചിറയൻകീഴ് ഈ ശാർക്കര പറമ്പിൽ കുറേ കലാകാരന്മാർ ഒന്നിച്ചു കൂടുന്നതാണ്. അപ്പം അതേപോലെ തന്നെ രാവിലെ ഒരു നടത്തമുണ്ട്. ഈ അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒക്കെ ശാർക്കര പറമ്പിലോട്ട് രാവിലെ ഒരു നടത്താൽ നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം, ഇപ്പം നൂരാശ്രമാറുണ്ട്, വിഷ്ണു, അതേപോലെ തന്നെ ജി ഹീരവാണി, അറിയാമല്ലോ താങ്കൾ, സോമജി, ഒത്തിരി ആൾക്കാർ, പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് രാവിലെ ഈ ക്ഷേത്രമണലിലെത്തി അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമാണ് ശാർക്കര ദേവി ക്ഷേത്രവും ചിറയൻകീഴ്. ഹീരവാണി എന്ന് പറഞ്ഞത് എൻ്റെ ചിറ്റപ്പനാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടുവിശേഷം പറഞ്ഞു. അപ്പം കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം, എൻ്റെ 2 സഹോദരങ്ങളാണ് കൂടെ ഉള്ളത്. ഒരാള് ശ്യാം, അദ്ദേഹം അനിയൻ അബുദാബിയിലാണ് അവൻ. അനിയത്തി ശ്രീജ, അളിയൻ ഷാജി അളിയനുമായിട്ട് ബഹറിലാണ് കുടുംബസമേതം. പിന്നെ അച്ഛൻ, അമ്മ. അച്ഛൻ 1 കൊല്ലം മുന്നേ മരണപ്പെട്ടു. അച്ഛൻ്റെ 2ാമത്തെ ആണ്ട് വരെ എടുക്കും. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരുന്നത് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ്, കുറ്റിയത്തുമുഖ ജംഗ്ഷനിൽ. അവിടെ ഒരു അനിയനും അനിയത്തിയാണ്. അല്ലെ ഒരു പെൺകുട്ടിയാണ് ബീന. അപ്പോൾ രണ്ടുപേരാണ് അവർ. അപ്പോൾ ബീന UAE ഉണ്ടായിരുന്നത് 2 വർഷം. ഈസ്റ്റ് പോയിന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം നാട്ടിലെ ആറ്റിങ്ങൽ ജ്യോതിസ് പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ്. മോൻ വിഷ്ണു, അദ്വൈത് എന്ന് പറയുവാണ്, വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്നത്. അവൻ +1 അതേ സ്കൂളിൽ തന്നെയാണ്. എൻ്റെ മോൾ ആദ്യ അതേ സ്കൂളിൽ 3rd ക്ലാസ്സിൽ പഠിക്കും. ഇതാണ് കുടുംബത്തെക്കുറിച്ചുള്ള. കുടുംബം നല്ല സപ്പോർട്ടാണ്. കുടുംബം, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എല്ലാവരും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഒരു സ്കൂൾ കൂട്ടായ്മ തന്നെ ഒരു സ്നേഹം നേരിട്ടെന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടുകാരും ഈ അത്രയും അതിൻ്റെ അകത്തുള്ള എല്ലാവരും ഈ മാവേലി വേഷങ്ങളെ സപ്പോർട്ട്, അങ്ങനെ ഈ നാട്ടുകാർ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ. ഞാൻ ഇടയ്ക്ക് ഒരു ഫോട്ടോ ഉണ്ട്, നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ മാവേലി ആയിട്ടുള്ളത്. അതെങ്ങനെയായിരുന്നു സംഭവം? അത് 150ാമത്തെ മാവേലി അനന്തപുരിയിലാണ് ചെയ്തത്. അന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ MLA, എൻ്റെ നാട്ടിലെ തൊട്ടടുത്ത് വർക്കല, ചിറയൻകീഴാണ് അത്, ജോയ് MLA, വിൻസെന്റ്, പിന്നെ മന്ത്രി ഗണേഷ് കുമാർ തുടങ്ങി ഒരു 3ഓളം MLAമാരും മന്ത്രിയെല്ലാം ഉണ്ടായിരുന്ന വേദിയിലാണ് അനന്തപുരിയുടെ ഓണാഘോഷം, ഈ കഴിഞ്ഞ ഓണാഘോഷം. അതിന് 150ാമത്തെ മാവേലിയാണ് അവിടെ ചെയ്തത്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈ കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഒപ്പിക്കുമെന്ന് തോന്നുന്നു മാവേലിയായിട്ട്. അത് ഏകദേശം അതിനുള്ള യാത്രയിലാണ് എൻ്റെ യാത്ര. എനിക്കത് ഗിന്നസിലോട്ട് വരണം. അതിന് ഈ അടുത്ത സമയത്ത് നമ്മളെ ഫസ്റ്റ് ഹിറ്റ് FM ഇല്ല, അദ്ദേഹം എൻ്റെ പറഞ്ഞ്, പ്രേമണ്ണ എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, അത് ചെയ്യുന്നതിനെല്ലാം റെക്കോർഡിൽ വെക്കണം. 167 ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി അങ്ങനെ മുന്നോട്ട് പോകും, വളരെ കീപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ടോട്ടൽ കൗണ്ട് അതെവിടെയാണ് ചെയ്തതെന്നുള്ള ഡോക്യുമെന്റ് ചെയ്യണം. ഏതായാലും വളരെ സന്തോഷം ഇത്രയും സമയം ഈ മാവേലി ഞങ്ങളുമായിട്ട് ഇവിടെ വന്നതിലും കുറച്ച് നേരം ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇടതന്നതിലും. അപ്പം വീണ്ടും കൂടുതൽ മാവേലി വേഷങ്ങളും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് ഒരുപാട് സപ്പോർട്ടും എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.